ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ആഗ്രഹിച്ച് ഒരുപാട് നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നത്. സ്ഥലം ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും പറയണ്ട. ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളവിടെ പോയതാണ്. എങ്കിലും വളരെ സന്തോഷവും അഭിമാനവും അല്ലെങ്കിൽ വളരെയധികം ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ ന്യൂസിലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ പുഴ, മഴയത്ത് പുഴ കവിഞ്ഞൊഴുകി അമ്പലം മുങ്ങി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് കാണുന്നത്. കാരണം വെള്ളമില്ലാത്ത പുഴയുടെ നടുക്കുള്ള നമ്മുടെ ആലുവ ശിവക്ഷേത്രം. അപ്പോൾ അങ്ങോട്ടേക്ക് കയറാനും സാധിച്ചില്ല എങ്കിൽ പോലും ആ പുഴയ്ക്ക് ചുറ്റും അല്ലെങ്കിൽ ആ അമ്പലത്തിന് ചുറ്റുമൊക്കെ ഒന്ന് നടക്കാനും അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കാണാനും ഭാഗ്യമുണ്ടായി. കാരണം നമ്മളല്ലാതെ ഒന്നും ഇവിടെ അങ്ങനെ പോവാറൊന്നുമില്ല. സാധാരണ നമ്മൾ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ശിവരാത്രിക്കൊക്കെ പോവുക വളരെ കുറവാണ്. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എല്ലാ ശിവരാത്രിക്കും കാലടിയിൽ പോവുമായിരുന്നു. പക്ഷേ ആലുവയിലൊന്നും പോയിട്ടില്ല. ഒരു പ്രാവശ്യമാണ് ആലുവയിൽ പോയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അമ്പലമൊന്നും കാണാൻ